Hello friends, welcome to my channel. ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു സ്വീറ്റ് റെസിപ്പിയാണ്. കുട്ടികൾക്കായാലും മധുരം ഒത്തിരി ഇഷ്ടമുള്ളവർക്കായാലും ഒത്തിരി ഇഷ്ടപ്പെടുന്ന ഒരു സ്വീറ്റ് ആണ് ഇത്. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കിയെടുക്കുന്നതെന്ന് നോക്കാം. അതിനായിട്ട് ആദ്യം തന്നെ 3 ബ്രെഡ് ഞാൻ എടുത്തിട്ടുണ്ട്. നമുക്ക് കൂടുതൽ എടുക്കണമെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് കൂടുതൽ എടുക്കാം. എന്നിട്ട് അതിൻ്റെ സൈഡൊക്കെ ഒന്ന് കട്ട് ചെയ്ത് വെക്കുക. പിന്നെ നമുക്ക് കുട്ടികൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഇത് ഇപ്പോൾ കട്ട് ചെയ്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ ഇതൊന്ന് കട്ട് ചെയ്ത് വെക്കാം. അപ്പോൾ ഞാനിങ്ങനെ നീളനെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ ഹാർട്ട് ഷേപ്പോ അല്ലെങ്കിൽ ഏത് ഷേപ്പിൽ വേണമെങ്കിലും കട്ട് ചെയ്ത് വെക്കാം. അതിനുശേഷം ആ കട്ട് ചെയ്ത പീസുകൾ നമുക്ക് ബ്രെഡ് ക്രംസ് ആയിട്ട് യൂസ് ചെയ്യാം. അപ്പോൾ അത് വേസ്റ്റായി പോകുന്നില്ല. ഇനി അതോടെ മാറ്റി വയ്ക്കുക. അതിനുശേഷം നമുക്ക് ഷുഗർ സിറപ്പ് ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് 1/2 കപ്പ് പഞ്ചസാര ഒരു പാനിലേക്ക് ഇട്ട് കൊടുക്കുക. പിന്നെ അതിലേക്ക് ഒരു 1/4 കപ്പ് വെള്ളം, പിന്നെ വേണ്ടത് ഒരു 2 ഏലക്കായയുടെ കുരു, അതിൻ്റെ തൊലിഭാഗം കളഞ്ഞിട്ട് അതിൻ്റെ കുരു മാത്രം ഇട്ട് കൊടുക്കുക. എന്നിട്ട് നമുക്കിത് മീഡിയം ഫ്ലെയിമിലിട്ട് ഒന്ന് മെൽറ്റ് ചെയ്തെടുക്കണം. പഞ്ചസാരയൊക്കെ നന്നായി അലിഞ്ഞ് വരണം. അതുപോലെ അതിലേക്ക് 1 ടീസ്പൂൺ നാരങ്ങ നീര് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി ഒരു നൂൽപ്പാവ് പരുവമൊന്നും ആവേണ്ട ആവശ്യമില്ല. ജസ്റ്റ് കയ്യിലിങ്ങനെ ഒട്ടിപ്പിടിക്കുന്ന ഒരു പരുവം. ആ പരുവാകുമ്പോൾ തീ ഓഫ് ചെയ്തിട്ട് ഷുഗർ സിറപ്പ് മാറ്റി വയ്ക്കുക. അതിനുശേഷം നമ്മൾ ആദ്യം മുറിച്ച് വെച്ചിട്ടുള്ള ബ്രെഡിൻ്റെ പീസുകളൊക്കെ കുട്ടികൾക്കാണെങ്കിൽ നെയ്യിൽ വറുത്തെടുക്കാം. അല്ലാന്നുണ്ടെങ്കിൽ ഓയിലായാലും ഇതുപോലെ ഇട്ട് തിരിച്ചും മറിച്ചും ഇട്ട് മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഇതൊന്ന് വറുത്തെടുക്കണം. അപ്പോൾ ഹൈ ഫ്ലെയിമിലൊക്കെ ഇട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോവും. ഇതുപോലെ ഒരു ഗോൾഡൻ ബ്രൗൺ കളർ ആകുമ്പോൾ നമുക്കത് എണ്ണയിൽ നിന്ന് എടുത്തിട്ട് നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ഷുഗർ സിറപ്പിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഒത്തിരി നേരം നമ്മൾ ഷുഗർ സിറപ്പിലേക്ക് ഇട്ട് വെക്കാൻ പാടില്ല. അങ്ങനെ ഇട്ട് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര സോഫ്റ്റായി പോവും. ജസ്റ്റ് ഇട്ടൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം അത് കോരിയെടുക്കാം. അപ്പോൾ നമ്മുടെ ക്രിസ്പി ആയിട്ടുള്ള നല്ല സ്വീറ്റ് ആയിട്ടുള്ള ബ്രെഡ് കാജ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക. നല്ല ടേസ്റ്റാണ് കഴിക്കാനായിട്ട്. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ. താങ്ക്സ് ഫോർ വാച്ചിങ്.